ചാണ്ടി ഉമ്മൻ ഒരു സിനിമാ നടിയുടെ കൂടെ ദുബായിൽ പോയി എന്ന് പറഞ്ഞ് വാർത്ത ദേശാഭിമാനിൽ വന്നാലും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ വാരാന്ത്യം നടത്തുന്ന സമയത്താണ്. അതിനെ തുടർന്ന് ചാണ്ടി ഉമ്മന്റെ ഉറപ്പിച്ചു വെച്ച കല്യാണം പോലും മുടങ്ങിയത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ഇവിടെ നടന്ന കാര്യമാണ്, അല്ലെങ്കിൽ അല്ലാന്ന് പറയട്ടെ. ഇത് ചാണ്ടി ഉമ്മന്റെ കാര്യത്തിൽ അങ്ങനെ. ഇനി പോട്ടെ, രമേശ് ചെന്നിത്തലയുടെ മകൻ IAS പാസ്സായതിനെ കുറിച്ച് എന്തൊക്കെ ആക്ഷേപമുള്ളൂ പറഞ്ഞ് അതിൻ്റെ അകത്ത് വലിയ തട്ടിപ്പുണ്ട് എന്ന് ദുസ്സൂചനയോടുകൂടി വാർത്തകൾ കൊടുത്തില്ലേ? അതിനെക്കുറിച്ച് ചർച്ച നടത്തിയില്ലേ? ഇല്ലാന്ന് പറയട്ടെ. അതേ സമയത്ത് കോടിയേരി ബാലകൃഷ്ണന്റെ മകന്റെ DNA പരിശോധന നടക്കുമ്പോഴോ മയക്കുമരുന്ന് കേസിൽ പ്രതിയാവുമ്പോഴോ ആരും ചർച്ച നടത്തപ്പോൾ അത് വ്യക്തിപരമായ കാര്യമാണ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വകവയ്ക്കൂ? നിനക്ക് വല്ല പ്രാന്തണ്ട ഈ ഊളകളോട് വർത്താനം പറയാൻ? ഇതൊക്കെ ഒരു പാലവിട്ട എല്ലാവർക്കും ദൂരം അങ്ങോട്ടും ഇങ്ങോട്ടും തുല്യമാണ്. ഇതാണ് പ്രശ്നം. റഹീം അതിന്റെ മറുപടി എന്താണ്? അദ്ദേഹം ചോദിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ എന്താ പറഞ്ഞത്? ഈ പൗരത്വ ബില്ല് വരുന്നു, ശബരിമല വരുന്നു, ഡൽഹി കലാപം വരുന്നു. കേരളത്തിലെ മാധ്യമങ്ങൾക്ക് പൊതുവായ ഒരു സമീപനം ഉണ്ടായിരുന്നു. ചില വലതുപക്ഷ സ്ഥാപനങ്ങൾ ഒരെണ്ണത്തിനെ മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാ സ്ഥാപനങ്ങൾക്കും അക്കാര്യത്തിൽ പൊതുവായ നിലപാടുണ്ടായിരുന്നവരാണ്. അതുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ ആകെ CPM വിരോധം എന്ന അന്ധത ബാധിച്ചിട്ടുണ്ട് അവർക്ക്. ബാക്കി എല്ലാത്തിനോടും അവർക്ക് മൃദു സമീപനമാണ് എന്നൊരു പൊതുവായന ഒരു നിലയ്ക്കും സാധ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആദ്യം ഞാനത് ഉന്നയിക്കാൻ പോവാണ്. എന്നാ പിന്നെ പേടിക്കണ്ട. ഉന്നയിക്കുമ്പോൾ പിന്നെ അതിലേക്ക് കിടന്ന് ചുറ്റെടുത്ത് എനിക്ക് ചില കാര്യങ്ങൾക്ക് മറുപടി പറയാനുമുണ്ട്. ഉന്നയിക്കുന്നൊരു വിഷയം, ഈ ശ്രീജിത്ത് പണിക്കർക്കില്ലാത്ത ഇമ്മ്യൂണിറ്റി ദയവേത് ശ്രീ ജയശങ്കറിന് കൊടുക്കരുത്. നിങ്ങൾ ശ്രീജിത്ത് പണിക്കരോട് എടുത്തൊരു സമീപനമുണ്ട്, അത് ശരിയായ സമീപനം എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. അദ്ദേഹത്തെ വലതുപക്ഷ നിരീക്ഷകൻ എന്ന് നിങ്ങൾ പറഞ്ഞു, ഇദ്ദേഹത്തെ ജയശങ്കർ നിങ്ങൾ നിരീക്ഷകൻ എന്ന് മാത്രം പറയും. അത് ശരിയല്ല, എനിക്കതിനെ യോജിപ്പില്ല. ഞാനതിന് യോജിപ്പില്ല. അങ്ങനെയാണെങ്കിൽ ശ്രീജിത്ത് പണിക്കരോട് നിങ്ങൾ കാണിച്ചത് തെറ്റാണെന്ന് ഞാൻ പറയും. ഈ നിലയ്ക്കാണ് എങ്കിൽ ശ്രീ ജയശങ്കർ സ്വാഭാവികമായും വലതുപക്ഷ നിരീക്ഷകൻ എന്ന നിലയിൽ നിങ്ങൾക്ക് പറയാവുന്ന കാര്യമാണ്. ശക്തമായ നിലയിലാണ് അദ്ദേഹം പറയുന്നത്. ഇടതുപക്ഷ വിരുദ്ധ നിരീക്ഷകൻ എന്തെങ്കിലും പറയാം. എനിക്കൊരു ക്ലാരിറ്റി വരുത്താനുണ്ടെങ്കിൽ ഞാൻ താങ്കളോട് ആദ്യം ചോദിക്കുകയാണ്. ഇദ്ദേഹം CPI-യുടെ ഭാഗമായി ആ ധാരയോടൊപ്പം ചേർന്ന് പോകുന്ന ആളാണെന്നും അവരുടെ ഒരു സംഘടനാ പ്രതിനിധിയാണെന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരുടെ ഘടകകക്ഷിയാണ്. അതല്ല ഉദ്ദേശം. ഞാൻ മാറി പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അത് അല്ല, എന്നെ ഒരു സാമ്രാജ്യത്വ നിരീക്ഷകൻ എന്ന് നിങ്ങൾ വിശേഷിപ്പിച്ചാലും വലിയ തെറ്റൊന്നുമില്ല. ഞാൻ പറഞ്ഞത് എൻ്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ശ്രീ PT തോമസ് എറണാകുളം ജില്ലയിലെ ഏറ്റവും സത്യസന്ധനായ ഒരു MLA ആണ്. അദ്ദേഹം ഓടിയിട്ടില്ല എന്ന കാര്യം എനിക്ക് ഉറപ്പുണ്ട്. റഹീമിനെ പോലുള്ളവരെ എത്ര ആവർത്തിച്ചാലും ആ കള്ളം സത്യമാവുകയില്ല. അദ്ദേഹം സത്യവിരുദ്ധമായ ഒരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല. എനിക്കിത് പറയുന്നതിന് മുമ്പ് ഒരു അവസരം കിട്ടാത്തതുകൊണ്ടാണ് ഇതുവരെ പറയാഞ്ഞത്. PT തോമസ് അല്ല, അദ്ദേഹത്തിന്റെ നേരെ കൈ ചൂണ്ടുന്നവരാണ് അതിനേക്കാൾ വലിയ തെറ്റുകൾ ചെയ്തിട്ടുള്ളത്. അദ്ദേഹം സത്യസന്ധമായിട്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. ഞാൻ തികഞ്ഞ ബോധ്യത്തോടി നെഞ്ചത്ത് കൈവച്ച് പറയുന്നു, PT തോമസ് അല്ല, റഹീമിനെ പോലുള്ള ആളുകളാണ് തെറ്റ് ചെയ്യുന്നത്.